I would like to bring greetings from Calvary Temple to Pastor Jacob John and Pastor Casey John and then Pastor Sam Kuti Chako and to all the great men of God seated on this wonderful dais. ഹൈദരാബാദിലുള്ള കൽവറി ടെമ്പിളിൽ നിന്നും ഇന്നത്തെ വേദിയിൽ ഇരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും പ്രത്യേകാൽ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജേക്കബ് ജോൺ അവർകൾക്കും പാസ്റ്റർ കെസി ജോൺ അവർകൾക്കും പാസ്റ്റർ സാം കുട്ടി ചാക്കോ അവർകൾക്കും മറ്റെല്ലാ ദൈവദാസന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. I am coming from Hyderabad. ഞാൻ ഹൈദരാബാദിൽ നിന്നാണ് നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നത്. But I feel like I have come to my hometown. ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നതുപോലെയുള്ള ഒരു പ്രതീതിയാണ് ഇന്ന് എനിക്ക് നേരിട്ടിരിക്കുന്നത്. I studied for some time in Kerala. ഞാൻ ചില വർഷങ്ങൾ കേരളത്തിൽ എൻ്റെ വിദ്യാഭ്യാസം ചെയ്യുവാനിടയായി. And I was baptized in Kerala. ഞാൻ കേരള രാഷ്ട്രത്തിൽ ഈ സംസ്ഥാനത്ത് സ്നാനപ്പെടുവാനിടയായി. And Pastor T.C. Varghese is the one who baptized me in Kerala. എന്നെ വിശ്വാസ സ്നാനത്തിലേക്ക് നടത്തിയത് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ T.C. വർഗീസ് അവറുകളാണ്. As I was studying in this state, ഞാൻ ഈ സ്റ്റേറ്റിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് I had a friend by name Sibichan Joseph. എനിക്ക് സിബിച്ചൻ ജോസഫ് എന്ന് പറയുന്ന ഒരു സ്നേഹിതനുണ്ടായിരുന്നു. He would always sit next to me in my class. അദ്ദേഹം എൻ്റെ ക്ലാസ്സിൽ എൻ്റെ തൊട്ടടുത്തിരുന്ന സ്നേഹിതനാണ്. Whenever our teacher comes and teaches lessons, he would not close his eyes, but he would stare at the teacher and listen to the lessons. ഞങ്ങളുടെ പ്രൊഫസർ ഞങ്ങളുടെ ക്ലാസ്സിൽ വന്നു കഴിയുമ്പോൾ ഈ സിബിച്ചൻ ഒരിക്കൽ പോലും കണ്ണ് പറിക്കാതെ ആ പ്രൊഫസറെ തന്നെ നോക്കിയിരിക്കുമായിരുന്നു. Because he was always looking at the teacher, our teacher would even cross his period and then teach more lessons because of the interest of Joseph. അങ്ങനെ ഞങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഈ സിബിച്ചനെ കണ്ടുകൊണ്ട് വളരെ ഉത്സാഹഭരിതനായി ഞങ്ങളുടെ അധ്യാപകൻ ഞങ്ങൾക്ക് പിന്നെയും പാഠങ്ങൾ എടുക്കുമായിരുന്നു. He would always look at the teacher. എപ്പോഴും സിബിച്ചൻ ടീച്ചറിനെ തന്നെ നോക്കിയിരിക്കും. And he motivates the teacher to teach more. ഈ ടീച്ചറിന് വലിയ ഉത്സാഹമാണ് സിബിച്ചന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ പിന്നെയും പറയുവാനുള്ള ഒരു ഉത്സാഹം തനിക്കുണ്ടാകും. Just like you stare at me, you look at me. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു നോക്കുന്നത് പോലെയാണ് എന്റെ സ്നേഹിതൻ സിബിച്ചൻ തന്റെ അധ്യാപകനെ നോക്കിക്കൊണ്ടിരുന്നത്. There are many people looking at me without even closing your eyes. നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കാതെ തന്നെ നിങ്ങളിൽ പലരും എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. And that really motivates me to. അത് എനിക്ക് വളരെയധികം ഉത്സാഹം തരുന്നു. And one fine day, my teacher, he taught his lessons and crossed his period and still he taught and he was exhausted and then he went off for the lunch. ഒരു ദിവസം ഞങ്ങളുടെ അധ്യാപകൻ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. സമയം കഴിഞ്ഞ് പിന്നെയും പഠിപ്പിച്ചു. അവസാനം താൻ ക്ഷീണിതനായി ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. Even though my teacher left the class, my friend Joseph is still looking at the teacher. അധ്യാപകൻ ക്ലാസ്സിൽ നിന്ന് പോയിട്ടും സിബിച്ചൻ അങ്ങനെ തന്നെ അദ്ദേഹത്തെ നോക്കിയിരിക്കുകയാണ്. And I would wake him up and ഞാൻ അവനെ തട്ടി ഉണർത്തി, get up, എഴുന്നേക്ക്, let's go for lunch. നമുക്ക് ലഞ്ചിന് പോകാം. Then he would come to the senses and says, where is the teacher? അപ്പൊ അവൻ ചോദിക്കുകയാണ്, അധ്യാപകൻ എന്ത് ചെയ്യും? And I would tell him, he went for lunch, it's a time for us to go for lunch. ആ പുള്ളിക്കാരൻ ഭക്ഷണം കഴിക്കാൻ പോയി, നമുക്കും പോകാമെന്ന് പറഞ്ഞു. Dear friends, my friend Joseph was blessed with a talent of sleeping while eyes open. എന്റെ സ്നേഹിതന് ഇങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, കണ്ണ് തുറന്നിരുന്ന് ഉറങ്ങുവാൻ കഴിയുമായിരുന്നു. Is there anyone as such talented here this evening? അങ്ങനെയുള്ള ഏതെങ്കിലും പ്രത്യേകത ഉള്ള ആളുകൾ ഇവിടെ ഉണ്ടോ ഇന്ന്? Since morning 8 o'clock you are here. നിങ്ങൾ രാവിലെ 8 മണി മുതൽ പ്രാർത്ഥനയിലാണ്. And now I know you must be tired physically. നിങ്ങൾ ശാരീരികമായി ക്ഷീണിതനാണെന്ന് എനിക്കറിയാം. But then because of wonderful prayer warriors here and preachers here and gave the wonderful greetings, they kept you alive and kept you alert. അനുഗ്രഹീതരായ ദൈവദാസന്മാർ നമ്മളെ പഠിപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് നമ്മൾ ഇത്രയും സമയം വളരെ ഉണർന്നിരിക്കുവാൻ കഴിഞ്ഞു. Let me tell about myself. എന്നെ കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറയട്ടെ. I was born in a strong non-Christian family. ഞാൻ ഒരു ക്രൈസ്തവേതര കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവനാണ്. Miraculously Christ met me when I was 12 years. ഞാൻ 12 വയസ്സുള്ളപ്പോൾ യേശു കർത്താവിനെ
എന്റെ രക്ഷിതാവായി കണ്ടുമുട്ടുവാൻ എനിക്ക് ദൈവം ഭാഗ്യം നൽകി. And I started preaching Christ crucified when I was 17 years. ഞാൻ 17 വയസ്സുള്ളപ്പോൾ യേശു കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ തുടങ്ങി. And I started preaching Christ in Kerala. ഞാൻ കേരളത്തിലാണ് എന്റെ സുവിശേഷ പ്രസംഗം ആരംഭിച്ചത്. And the pastor who gave me an opportunity to preach is T.C. Varghese. ഞാൻ പ്രസംഗിക്കുവാൻ എനിക്ക് വേദികൾ ഒരുക്കി തന്ന ദൈവദാസനാണ് പാസ്റ്റർ ടി.സി. വർഗീസ് അവറുകൾ. And I love him so much. ഞാൻ അദ്ദേഹത്തെ വളരെയധികം സ്നേഹിക്കുന്നു. And his church was so small, about 15 people. അദ്ദേഹത്തിന്റെ സഭ വളരെ ചെറിയതായിരുന്നു, 15 പേരോളം ഉണ്ടായിരുന്നു. I can't speak Malayalam and he cannot speak English. ഞാൻ മലയാളത്തിൽ സംസാരിക്കത്തില്ല, അദ്ദേഹം ഇംഗ്ലീഷിലും സംസാരിക്കത്തില്ല. But we both speak one language that is called love. ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചിരുന്ന ഒരു ഭാഷയുണ്ട്, അതിന്റെ പേര് സ്നേഹമെന്നായിരുന്നു. And he is such a wonderful loving pastor. അദ്ദേഹം വളരെ സ്നേഹമുള്ള ഒരു ദൈവദാസനായിരുന്നു. And I would never miss Sunday. ഞാൻ ഒരു സൺഡേ പോലും മിസ്സായിരുന്നില്ല. Though I don't understand Malayalam, but I still attend Sunday worship. എനിക്ക് മലയാളം മനസ്സിലാകില്ലെങ്കിൽ പോലും അദ്ദേഹത്തോട് ഒരുമിച്ച് സമയം ചെലവഴിക്കുവാൻ എല്ലാ സൺഡേയും ഞാൻ ചർച്ചിൽ പോകുമായിരുന്നു. And we are supposed to go to Bangalore for my further studies. അവിടെ നിന്ന് ഞാൻ എന്റെ ഉപരിപഠനത്തിനായി ബാംഗ്ലൂരിലേക്ക് കടന്നുപോയി. The bus is going to take all our classmates by 8 o'clock in the morning. ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സിനെ എല്ലാവരെയുമായിട്ട് ബസ് 8 മണിക്ക് തിരിക്കും. I went to the pastor Saturday evening and I said, tomorrow morning 8 o'clock we are leaving to Bangalore. ഞാൻ കർത്താവിന്റെ ദാസനോട് പറഞ്ഞു, ശനിയാഴ്ച രാത്രിയിൽ നാളെ രാവിലെ 8 മണിക്ക് ഞങ്ങൾ ബാംഗ്ലൂരിന് പോവുകയാണ്. I may not be able to attend Sunday service. എനിക്ക് ഞായറാഴ്ച ആരാധനയ്ക്ക് വരുവാൻ കഴിയുകയില്ല. Then I asked the pastor, can you conduct a special service for me morning 5 o'clock? എനിക്ക് വേണ്ടി നീ രാവിലെ 5 മണിക്ക് ഒരു സർവീസ് നടത്താൻ പറ്റുമോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. And he thought I was kidding. I was just joking. ഞാൻ തമാശ പറയുകയായിരിക്കുമെന്ന് അദ്ദേഹം വിചാരിച്ചു. I said, Pastor, I am serious. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ വളരെ സീരിയസ് ആണ് ഈ വിഷയത്തിൽ. If you opened the small church morning 5 o'clock, I would come. I would attend the church. രാവിലെ 5 മണിക്ക് അവിടുന്ന് സഭാഹാൾ തുറന്നിട്ടാൽ എനിക്ക് വന്ന് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹമുണ്ട്. And it was too cold in the morning. രാവിലെ വളരെ തണുപ്പുള്ള സമയമായിരുന്നു. I got up morning 4 o'clock. ഞാൻ 4 മണിക്ക് എഴുന്നേറ്റു. I went to the church morning 4:45. ചർച്ചിൽ ഞാൻ 4:45 ചെന്നു. I was praying outside the church, Lord, please wake my pastor. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച, കർത്താവേ, എന്റെ ഇടയനെ ഉണർത്തണമേ, wake him up. അദ്ദേഹത്തെ ഉണർത്തണമേ. And I was watching my watch, looking എന്റെ at my വാച്ച് watch. ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. 5 o'clock. 5 മണിയായപ്പോൾ I was about to touch the door. ആ ഡോറിൽ തട്ടുവാൻ ഞാൻ ആഗ്രഹിച്ചു. The other side, pastor opened the door. പക്ഷെങ്കിൽ 5 മണിക്ക് കൃത്യമായി ദൈവദാസൻ സഭയുടെ വാതിൽ, ആലയത്തിന്റെ വാതിൽ തുറന്നു. Do you know what pastor was doing inside? പാസ്റ്റർ അകത്ത് എന്ത് ചെയ്യുമായിരുന്നു നിങ്ങൾക്കറിയാമോ? He was on his knees by morning 4:30. അദ്ദേഹം 4:30 മുതൽ മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. Asking God, കർത്താവിനോട് ചോദിച്ചു, please wake brother Satish Kumar. Wake him up. എന്റെ ആത്മീയ മകനെ നീ ഉണർത്തണമേ കർത്താവേ. We both were praying between those door. ആ ഡോറിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. When I got in, ഞാൻ അകത്ത് കയറി. we prayed together. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. We did worship God together. ഞങ്ങൾ ഒരുമിച്ച് ആരാധിച്ചു. And he preached. അദ്ദേഹം പ്രസംഗിച്ചു. And there was a time of offering. അതിനുശേഷം സ്തോത്രകാഴ്ച ഇടുന്ന സമയമുണ്ടായിരുന്നു. And he gave the benediction. അദ്ദേഹം പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞു. Then he told me, അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, you love the Lord. നീ ദൈവത്തെ സ്നേഹിക്കുന്നവനാണ്. You love God's presence. നീ ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഇഷ്ടപ്പെടുന്നവനാണ്. And one day, ഒരു ദിവസം God will use you. ദൈവം നിന്നെ ഉപയോഗിക്കും. And he was the first person to prophesy, saying that one day God will use you ഈ greatly. ദൈവദാസനാണ് ഒന്നാമതായിട്ട് എന്റെ ജീവിതത്തെ നോക്കി പ്രവചിച്ചത്, ഒരു ദിവസം ദൈവം നിന്നെ ഉപയോഗിക്കും. Dear pastors and families, പ്രിയ കർത്താവിന്റെ ദാസന്മാരെ, കുടുംബങ്ങളെ, when he said that I am going to be greatly used by God, I didn't believe it. നിന്നെ ദൈവം ഒരു നാള് വലിയവനായി ഉപയോഗിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ലെങ്കിലും, Because I was not a great preacher.
ഞാനൊരു വലിയ പ്രസംഗകനൊന്നുമല്ലായിരുന്നല്ലോ. I was only 18, 19 years old. ഞാൻ 18-19 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. But what he said, ആ ദൈവദാസൻ എന്നോട് പറഞ്ഞത്, God confirmed it. ദൈവം അത് നിറവേറ്റുവാനിടയായി തീർന്നു. Dear pastors and preachers, കർത്താവിന്റെ ദാസന്മാരെ, പ്രസംഗകരെ, God has placed power in your word. നിങ്ങളുടെ നാവിൽ ദൈവം ശക്തിയെ പകർന്നിട്ടുണ്ട്. You may not know who walks into your church. നിങ്ങളുടെ ചർച്ച് എങ്ങനെയുള്ളതാണ്, ആരാണ് അവിടെ ഇരിക്കുന്നത് നിങ്ങൾക്കറിയില്ലായിരിക്കും. You may not know with whom you are speaking. നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് നിങ്ങൾക്കറിയില്ലായിരിക്കും. There might be another Satish Kumar visiting your church right now. ഒരുപക്ഷെ നിങ്ങളുടെ സഭയിൽ മറ്റൊരു സതീഷ് കുമാർ ഇപ്പോൾ നിങ്ങളെ സന്ദർശിക്കുന്നുണ്ടായിരിക്കും. He was a pastor of 15 people. നിങ്ങൾ ഒരുപക്ഷെ 15 വിശ്വാസികളുള്ള സഭയുടെ പാസ്റ്റർ ആയിരിക്കാം. But he loved his church. ഈ ദൈവദാസൻ അത്രയും ആളുകളെ ഉള്ളായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ സഭയെ സ്നേഹിച്ചു. When I wanted to attend the church morning 5 o'clock service, he opened the door. ഞാൻ 5 മണിക്ക് ഒരു സർവീസ് വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം കൃത്യം 5 മണിക്ക് സഭയുടെ ഹാളിൽ വാതിൽ തുറന്നു. He cared for one soul. ഒരു ആത്മാവിന് വേണ്ടി ആ ദൈവദാസനെ കാത്തിരുന്നു. He cared for one young man. ഒരു യൗവനക്കാരന് വേണ്ടി തന്റെ സമയം വേർതിരിച്ചു. And here I am being a proof of his love. അദ്ദേഹത്തിന്റെ സ്നേഹത്തിന്റെ ഒരു സാക്ഷിയായി ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. And he is from your state, Kerala, and he is TC Varghese. നിങ്ങളുടെ സ്റ്റേറ്റിൽ നിന്നും കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടി.സി. വർഗീസ്. Can we all praise God for him? അദ്ദേഹത്തെ ഓർത്ത് ഒരു പ്രാവശ്യം കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? ഒന്ന് കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ. And I went back to Hyderabad. ഞാൻ ഹൈദരാബാദിന് മടങ്ങിപ്പോയി. Started the ministry by name Calvary Mission. എന്റെ ശുശ്രൂഷ കാൽവറി മിഷൻ എന്ന പേരിൽ തുടങ്ങുവാനിടയായി. In 1995, I was about to preach to another 15 people. ഞാൻ 1995 15 പേരുള്ള ഒരു സമൂഹത്തോട് സംസാരിക്കുവാൻ തുടങ്ങി. And God whispered in my ears. ദൈവം എന്റെ ചെവിയിൽ സംസാരിക്കുവാൻ തുടങ്ങി. I am going to give you a very big church. ഞാൻ നിനക്കൊരു വലിയ സഭയെ തരുവാൻ പോകുകയാണ്. I'm going to give you a mega church. ഞാൻ നിനക്കൊരു വലിയ സഭയെ തരുവാൻ പോകുകയാണ്. I was not even a pastor at the time. ഞാൻ അന്നേരം ഒരു പാസ്റ്റർ അല്ല. I was a street preacher. ഞാനൊരു വീഥികളിൽ പ്രസംഗിക്കുന്ന ഒരു പരസ്യയോഗക്കാരനാണ്. But God says, I am going to give you a mega church. ഞാൻ നിനക്കൊരു വലിയ സഭയെ തരുവാൻ പോകുകയാണെന്ന് കർത്താവിനോട് സംസാരിച്ചു. Dear friends, I began praying. ഞാൻ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. When will the day come to have a mega church? കർത്താവേ, നീ പറഞ്ഞ ആ സഭ എന്നായിരിക്കും? 2 years passed, 4 years passed, 5 years and 10 years passed, nothing happened. 2 വർഷം കഴിഞ്ഞ്, 4 വർഷം കഴിഞ്ഞ്, 5 വർഷം കഴിഞ്ഞ്, 10 വർഷം കഴിഞ്ഞ് ഒന്നും സംഭവിച്ചില്ല. Is there anybody this evening that God spoke to you and God promised to you and God told you that He's going to give a wonderful piece of land and He's going to give you a wonderful church, but nothing is happening in your life? ദൈവം നിന്നോട് ഒരു വലിയ ചർച്ച തരും, ഒരു വലിയ ഭൂപ്രദേശം തരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. I'm going to expand your church. ഞാൻ നിന്റെ സഭയെ വലുതാക്കുവാൻ പോകുകയാണ്. I'm going to multiply your congregation. നിന്റെ സഭയെ ഞാൻ വലുതാക്കുവാൻ പോകുകയാണ്. And I'm going to make you a blessing to many nations. നിന്നെ ഞാൻ അനേക രാജ്യങ്ങൾക്ക് ഒരു അനുഗ്രഹമാക്കി മാറ്റുവാൻ പോകുകയാണ്. Maybe God spoke to you. ദൈവം നിന്നോട് സംസാരിച്ചു കാണും. But nothing is happening. പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. You're so discouraged. ഒരുപക്ഷെ നിങ്ങൾ നിരാശ ചെന്തി, You're disappointed. നിരാശപ്പെട്ടിരിക്കുകയായിരിക്കും. But let me tell you how it worked in my life. അതെന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ഞാൻ പറയട്ടെ. God spoke to me saying that He's going to give me a mega church. ദൈവം എന്നോട് പറഞ്ഞു, നിനക്ക് ഞാൻ ഒരു വലിയ സഭയെ തരുവാൻ പോകുകയാണ്. 25 years back, a mega church means Pastor Mohan from Chennai. 25 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ ഒരു മെഗാ ചർച്ച് എന്ന് പറഞ്ഞാൽ ചെന്നൈയിലുള്ള ദൈവദാസൻ പാസ്റ്റർ ഡി മോഹന്റെ ചർച്ചാണ്. I thought maybe about 5,000 people or 10,000 people in those days. ഒരുപക്ഷെ അന്ന് 5000-ഓ 10,000-ഓ വിശ്വാസികൾ ഉണ്ടായിരിക്കും. So that is what I thought. ഞാൻ അതാണ് വിചാരിച്ചത്. And because God is going to give me a mega church, then I need a land for the church. കർത്താവ് എനിക്ക് അങ്ങനെ ഒരു സഭ തരികയാണെങ്കിൽ അതിനുവേണ്ടിയുള്ള ലാൻഡ് എനിക്ക് ആവശ്യമാണ്. So I would go to different places. Whenever I see a vacant land, I would go and bargain for the land. എവിടെങ്കിലും ലാൻഡ് കണ്ടാൽ ഞാൻ പോയി ചുമ്മാ വില പേശും.
They would say 30 lakhs, they would say 50 lakhs, they would say 1 crore for 5 acres to 7 acres of land. 5 ഏക്കർ മുതൽ 7 ഏക്കർ വരെയുള്ള സ്ഥലത്തിന് അവര് 50 ലക്ഷം 1 കോടി ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. Every day morning I get up, keep bargaining about the lands. ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കും പോയി സ്ഥലത്തിന് വിലപേശലാണ് എന്റെ പണി. 30 lakhs, 50 lakhs, 70, 1 crore. അങ്ങനെ 30 ലക്ഷം 50 ലക്ഷം 1 കോടിയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ആളുകൾ. After I bargain with those brokers, ഞാൻ ഈ ഏജന്റുമാരുമായിട്ട് ബാർഗെയിനിങ് ഒക്കെ ചെയ്തു കഴിഞ്ഞ്, can you make it 60 lakhs instead of 1 crore? അവര് പറയും 1 കോടി എന്ന് പറയുമ്പോൾ 60 ലക്ഷം എന്ന് പറയും. Then he says no, 80 lakhs. അവര് പറയില്ല 60 ലക്ഷത്തിന് തരാൻ പറ്റത്തില്ല, 80 ലക്ഷമാണെങ്കിൽ തരും. Finally 65 lakhs. അത് കഴിഞ്ഞ് അവസാനം 65 ലക്ഷത്തിന് ഉറപ്പിക്കും. And he says no, finally 75 lakhs. അത് കഴിഞ്ഞ് പറയും 75-നാണ് തരാം. Okay, we'll discuss this matter tomorrow. അങ്ങനെ ഡിസ്കസ് ചെയ്ത് നാളെ കാണാമെന്ന് പറഞ്ഞ് ഞാൻ പോകും. I would come out, ഞാൻ തിരിച്ചു വരും. and I would meet my brothers who are with me. എന്നെ കൂടെയുള്ള സഹോദരന്മാരെ ഞാൻ കാണുമ്പോൾ പറയും, and I would ask them, do you have 5 rupees? ഞാൻ അവരോട് ചോദിക്കും, നിങ്ങളുടെ കയ്യിൽ 5 രൂപയുണ്ടോ? Do you have 5 rupees? 5 രൂപയുണ്ടോ? They ask me, what for? എന്തിനാണ്? Let us take 2 chai, 2/4. 2 ചായ 4 പേര് കുടിക്കും. They would look at me. അവരെന്നെ നോക്കും. You don't have 5 rupees. നിനക്ക് 5 രൂപ നിന്റെ കയ്യിൽ എടുക്കാനില്ല. But you are bargaining land worth of 65 lakhs. നീ 65 ലക്ഷം രൂപയുടെ ലാൻഡ് എങ്ങനെയാ നീ ബാർഗെയിൻ ചെയ്യുന്നത്? Whom are you fooling? നീ ആരെയാണ് ഫൂൾ ചെയ്യുന്നത്? Then I would tell my brothers, ഞാൻ അവരോട് ഇങ്ങനെ പറയും, to buy land I need money. ലാൻഡ് വാങ്ങാൻ നമുക്ക് പണം ആവശ്യമാണ്. To bargain land I don't need money. ബാർഗെയിൻ ചെയ്യാൻ ഒരു പൈസയും ആവശ്യമില്ല. I am learning how to bargain land. ഞാൻ ബാർഗെയിനിങ് പഠിക്കുകയാണെന്ന് പറഞ്ഞു. I don't have money now. എന്റെ കയ്യിൽ പണമില്ല. But I need to gain the experience of buying the ഞാനിപ്പോൾ land. അനുഭവം സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ്. Then they would ask me, what are you trying to say now? നീ എന്താ ഞങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്? I would say to my brothers, ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു, I am telling my God, ഞാൻ എന്റെ ദൈവത്തോട് പറയുകയാണ്, I am serious about your promise. ഞാൻ നീ പറഞ്ഞ വാഗ്ദത്തത്തെ കുറിച്ച് ഞാൻ വളരെ സീരിയസ് ആണ്. I am serious about your promise. നിന്റെ വാഗ്ദത്തത്തെ കുറിച്ച് ഞാൻ സീരിയസ് ആണ്. That's the reason why I am bargaining about the land. അതുകൊണ്ടാണ് ഞാൻ ലാൻഡിന് വേണ്ടി വിലപേശുന്നത്. If God promises you, ദൈവം നിന്നോട് വാഗ്ദാനം ചെയ്താൽ be serious about that promise. അതിനെക്കുറിച്ച് നീ വളരെ സീരിയസ് ഉള്ളവനായിരിക്കണം. William Carey said, വില്യം കേരി ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, expect great things from God, ദൈവത്തിൽ നിന്ന് വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുക, attempt great things for God. ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുക. That is what is my life all about. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ആകത്തുക. 2001, 2005 God spoke to me. 2005-ൽ വീണ്ടും കർത്താവിനോട് സംസാരിച്ചു. Start the church which I said to start. ഞാൻ നിന്നോട് പറഞ്ഞ സഭയെ പ്രാരംഭിക്കുവാൻ കർത്താവിനോട് ആവശ്യപ്പെട്ടു. I was not happy. ഞാൻ വളരെ സന്തോഷമുള്ളവനല്ലായിരുന്നു. Even to start the church it took 10 years. ഇപ്പോ ചർച്ച് തുടങ്ങാനായിട്ട് ഇപ്പോൾ 5 വർഷം കഴിഞ്ഞു. It will take ages to become mega church. ഒരു മെഗാ ചർച്ച് വരണമെങ്കിൽ ഇനി കുറെ യുഗങ്ങൾ ഞാൻ കാത്തിരിക്കേണ്ടി I വരുമായിരുന്നു. said, Lord, I am vexed. പ്രഭുവാ, കർത്താവേ, ഞാൻ വളരെ ക്ഷീണിതനാണ്. Many times we are discouraged because of delays of God's answers. ഞാൻ വളരെയധികം ഈ വിഷയത്തിൽ നിരാശനാണ്. Is there anybody this evening that you are discouraged നിങ്ങളിൽ because ആരെങ്കിലും God is not answering your prayer? കർത്താവ് പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങളിൽ ആരെങ്കിലും നിരാശരാണോ? You are praying, നിങ്ങൾ you പ്രാർത്ഥിക്കുന്നു, are fasting, നിങ്ങൾ ഉപവസിക്കുന്നു, you are crying, നിങ്ങൾ കരയുന്നു, but you don't see answer. പക്ഷെ നിങ്ങൾ ഉത്തരമൊന്നും കാണുന്നില്ല. My friends, I have gone through that life. എന്റെ പ്രാർത്ഥന കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? I thought money will come from England. Money will come from England. ഞാൻ വിചാരിച്ചു പണം ഇംഗ്ലണ്ടിൽ നിന്നായിരിക്കും വരുന്നത്. I had been to England. ഞാൻ ഇംഗ്ലണ്ട് ദേശത്തിലേക്ക് പോയി. I thought money will come from America. അമേരിക്കയിൽ നിന്നായിരിക്കും പണം വരുന്നതെന്ന് ഞാൻ വിചാരിച്ചു. I went to America. ഞാൻ അമേരിക്കൻ നാടുകൾ വിസിറ്റ് I ചെയ്തു. thought money will come from Scotland. സ്കോട്ട്ലാൻഡിൽ നിന്നായിരിക്കും വരുന്നതെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ അവിടെയും പോയി. I was seeking and searching for funds to buy the land. ഞാൻ ആരെങ്കിലും എന്നെ ലാൻഡ് വാങ്ങുവാൻ സഹായിക്കുമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. But let me tell you my experience. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. I went to the land of plenty called America.
സമൃദ്ധിയുടെ ദേശമായ അമേരിക്കയിൽ കടന്നു ചെന്നപ്പോൾ I fell on my knees. ഞാൻ എന്റെ മുട്ടിന്മേൽ ഇരുന്നു. Do you know what I cried? ഞാൻ എന്താണ് കരഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ? Lord, I came to land of plenty. പ്രഭു കർത്താവേ, ഈ സമൃദ്ധിയുടെ ദേശത്ത് ഞാൻ വന്നിരിക്കുകയാണ്. Yet I am empty. കാരണം ഞാൻ ഇവിടെയും ശൂന്യനാണ്, ഒന്നുമില്ലാത്തവനാണ്. I came to the land of plenty, but I am empty. ഇവിടെ സമൃദ്ധിയുടെ ദേശമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനൊരു നിസ്സഹായനായിരിക്കുന്നു. I said, where is the money? എവിടെയാണ് പണം? Where is the mega church? എപ്പോഴാണ് മെഗാ ചർച്ച് പണിയപ്പെടുന്നത്? Then God spoke to me. ദൈവം എന്നോട് സംസാരിച്ചു. Money is not in America. പണം നിനക്ക് വേണ്ടിയുള്ളത് Money is അമേരിക്കയിലില്ല. not in Dubai. അത് ദുബൈയിലില്ല. Money is not in Doha. അത് ദോഹയിലില്ല. Money is not in England. അത് ഇംഗ്ലണ്ടിലില്ല. Money is in the hands of God. പണം എന്റെ കയ്യിലുണ്ട് എന്ന് ദൈവം പറയുവാനിടയായി. And God spoke to me. ദൈവം എന്നോട് ഇങ്ങനെ പറഞ്ഞു, Go back to India. ഇന്ത്യയിലേക്ക് തിരിച്ചു പോകുക. Go back to India. ഇന്ത്യയിലേക്ക് തിരിച്ചു പോകുക. If I am the God of America, ഞാൻ അമേരിക്കയുടെ ദൈവമാണെങ്കിൽ, I am the God of England, ഞാൻ ഇംഗ്ലണ്ടിന് ദൈവമാണെങ്കിൽ, I am the God of India. ഞാൻ ഭാരതദേശത്തിന്റെ ദൈവമാണ്. If I can bless America, if I can bless America, എനിക്ക് അമേരിക്കയുടെ നാടുകളെ അനുഗ്രഹിക്കാമെങ്കിൽ, if I can bless England, ഞാൻ ഇംഗ്ലണ്ടിനെ അനുഗ്രഹിക്കാമെങ്കിൽ, I can bless India. ഞാൻ ഇന്ത്യയെ അനുഗ്രഹിക്കുവാനും ശക്തനാണ്. Don't seek and search for funds in different countries. Seek and search for your needs at my feet. നീ മറ്റു ദേശങ്ങളിൽ നിന്ന് അനുഗ്രഹങ്ങൾ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സമയം പാഴാക്കാതെ എന്റെ സന്നിധിയിൽ മുട്ടിന്മേൽ ഇരിക്കൂ. നിന്റെ അനുഗ്രഹങ്ങൾ നിന്റെ അടുക്കലെത്തും. And God opened my eyes. ദൈവം എന്റെ കണ്ണുകളെ തുറന്നു. If you depend upon a church, American church, if you depend upon American church, നീ അമേരിക്കൻ സഭയുടെ മേലാണ് നിന്റെ പ്രതീക്ഷയെങ്കിൽ, you will get what the church can give. ആ സഭ നിനക്ക് എന്ത് തരുമോ അതായിരിക്കും നിന്റെ അനുഗ്രഹം. If you depend upon American organization, നീ അവിടെയുള്ള ഒരു ഓർഗനൈസേഷനെ ആശ്രയിക്കുന്നെങ്കിൽ, you will get what the organization can give. നിന്റെ അനുഗ്രഹം ആ ഓർഗനൈസേഷന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ്. If you depend upon one donor in America or England and Doha, donor, if you depend upon him, നീ അമേരിക്കൻ ഡോളറിന്റെ മേലോ അല്ലെങ്കിൽ മറ്റ് വിദേശി കറൻസിയുടെ മേലോ നീ ആശ്രയിച്ചാൽ, you will get what the sponsors can give. നിന്നെ സഹായിക്കുന്നവരുടെ കഴിവനുസരിച്ച് മാത്രമേ നിനക്ക് ലഭിക്കത്തുള്ളൂ. If you depend upon a foreigner, you get what the foreigner can give. ഒരു ഫോറിനറിനെ നീ ആശ്രയിച്ചാൽ അയാൾക്ക് തരാൻ പറ്റുന്നത് മാത്രമേ നിനക്ക് ലഭിക്കത്തുള്ളൂ. But do you know what God spoke to me? ദൈവം എന്നോട് എന്ത് സംസാരിച്ചെന്നറിയാമോ? If you depend upon me, നീ എന്റെ മേൽ ആശ്രയം വെച്ചാൽ, you will get what I can give. ഞാൻ നിനക്ക് എന്ത് തരുവാൻ കഴിയുമോ അത് നീ പ്രാപിക്കും. But you got to wait. നീ വെയിറ്റ് ചെയ്യണം. You got to wait until I give you the best. ഞാൻ നിനക്ക് ശ്രേഷ്ഠമായത് തരും വരെയും കാത്തിരിക്കുക എന്ന് ദൈവം പറഞ്ഞു. Dear brothers and sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, I waited. ഞാൻ കാത്തിരുന്നു. I didn't seek money from different countries. ഒരു ദേശത്തു നിന്നും എന്റെ അടുക്കിലേക്ക് പണം ഒഴുകിയെത്തിയില്ല. I fell on my knees. ഞാൻ എന്റെ മുട്ടിന്മേലിരുന്നു. I said only one thing. ഞാൻ ഒന്നേ ചെയ്തുള്ളൂ. You are the God of India. ദൈവമേ, നീ ഇന്ത്യയുടെ ദൈവമാണ്. You are the one who called me. നീ എന്നെ വിളിച്ചല്ലോ. And you are the one who will provide needs for me. എന്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ നീ ശക്തനാണല്ലോ. I'll depend upon you and you and you alone. ഞാൻ നിന്നിൽ മാത്രം ആശ്രയിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. From that day the breakthrough in my life and ministry started. അന്ന് മുതൽ എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ ഒരു പരമ്പര തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. Let me ask you this evening. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കാം, Whom are you depend upon? നീ ആരിലാണ് ആശ്രയം വെച്ചിരിക്കുന്നത്? You are wasting your time on internet and emails. നീ കത്തുകൾ അയച്ചും ഇമെയിലുകൾ അയച്ചും നിന്റെ സമയം പാഴാക്കുകയാണോ? You are wasting your time trying to seek support from different countries. നീ മറ്റു ദേശങ്ങളിൽ നിന്ന് സഹായത്തിന് വേണ്ടി റിപ്പോർട്ടുകളും റിക്വസ്റ്റുകളും അയക്കുകയാണോ? Support and help will not come from west and east, but it will come from above. അത് കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നുമല്ല, ഉയരത്തിൽ നിന്ന് അത്രേ നിനക്ക് സഹായം എത്തുന്നത്. When you come to Hyderabad, നീ ഹൈദരാബാദിൽ കടന്നു വരുമ്പോൾ you will see a beautiful place called Calvary Temple. നിങ്ങൾ ഒരു മനോഹരമായ പ്രാർത്ഥനാലയം കാണും. അതിന്റെ പേര് കൽവറി ടെമ്പിൾ എന്നാണ്. It is in the heart of Hyderabad. അത് ഹൈദരാബാദിന്റെ ഹൃദയഭാഗത്താണ്. It's about 15 acres of land. അത് 15 ഏക്കർ സ്ഥലത്തിലാണ് ഇപ്പോൾ പണിയപ്പെട്ടിരിക്കുന്നത്. Without
any foreign support, ഒരു പൈസ പോലും വിദേശ സഹായമില്ലാതെ, without any foreign connections, ഒരൊറ്റ രൂപ പോലും, ഒരു കണക്ഷൻ പോലും വിദേശീയരുടേതില്ലാതെ, without borrowing money from any bank, ഒരു ബാങ്കിൽ നിന്നും പലിശയ്ക്ക് പൈസ എടുക്കാതെ God gave that land. ദൈവം ആ ഭൂമിയെ നമുക്ക് നൽകുവാനിടയായി. If God could do it in Hyderabad, ദൈവം അത് ഹൈദരാബാദിൽ ചെയ്തെങ്കിൽ He can do it in your life. അത് നിങ്ങളുടെ ജീവിതത്തിലും ചെയ്യുവാൻ അവൻ വിശ്വസ്തനാണ്. But we need to trust God. ദൈവത്തിൽ നാം വിശ്വസിക്കേണ്ടത് We need ആവശ്യമാണ്. to trust God. നാം ദൈവത്തിൽ ആശ്രയിക്കേണ്ടത് ആവശ്യമാണ്. What do you mean by trusting God? എന്താണ് ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ? Trusting God without worrying is called faith in God. ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ നിരാശപ്പെടാതെയും ടെൻഷൻ അടിക്കാതെയും ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. Beginning of faith is end of worry. നമ്മൾ വിശ്വാസമില്ലെങ്കിൽ നമ്മൾ പ്രശ്നങ്ങളുടെ നടുവിൽ ചെന്ന് അവസാനിക്കും. Beginning of worry is end of faith. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളോടുകൂടെ അല്ലെങ്കിൽ ഭാരങ്ങളോടുകൂടെ ആരംഭിച്ച് അത് വിശ്വാസത്തിൽ അവസാനിക്കുവാനിടയായി തീരും. Which means if you worry, you can't trust God. നീ ദൈവത്തിൽ ആശ്രയിക്കുന്നില്ലെങ്കിൽ നീ ഭാരപ്പെട്ടുകൊണ്ടിരിക്കും. If you trust God, you will not worry. നീ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നീ ഒരിക്കലും നിരാശപ്പെടുകയില്ല. But worrying and trusting will not go hand in hand. നിരാശയും വിശ്വാസവും ഒന്നിച്ചു കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയുന്നില്ല. Man of God, ദൈവജനമേ, stop worrying. നിരാശപ്പെടുന്നത് അവസാനിപ്പിക്കുക. Stop worrying. നിരാശപ്പെടുന്നത് അവസാനിപ്പിക്കുക. Start trusting God. ദൈവത്തിൽ ആശ്രയിക്കുവാൻ ആരംഭിക്കുക. He is the one who has chosen you. അവൻ നിന്നെ വിളിച്ചു, പേർ ചൊല്ലി വിളിച്ചു. He is the one called you. അവൻ നിന്നെ വിളിച്ചിരിക്കുന്നു. And he is the one will take care of you. അവൻ നിന്റെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുവാൻ മതിയായവൻ. But you got to wait. നീ അതിനു വേണ്ടി കാത്തിരിക്കണം. You got to wait for God's time. ദൈവത്തിന്റെ സമയം വരെയും നീ കാത്തിരിക്കുവാനിടയാകണം. A old woman was passing by a wine garden. ഒരു വൃദ്ധയായ സ്ത്രീ ഒരു മുന്തിരിത്തോട്ടത്തിനടുക്കൽ കൂടെ പോവുകയായിരുന്നു. The wine garden is full of wines. അവിടെ വളരെ പഴുത്ത മുന്തിരിക്കൊലകൾ തൂങ്ങിക്കിടക്കുന്നു. She was so hungry. അവർ വളരെയധികം വിശപ്പുണ്ടായിരുന്നു. She stayed at the gate and she was just looking at the vines and the branches of the vines. ആ ഗേറ്റിന്റെ അടുക്കൽ നിന്ന് പഴുത്തു കിടക്കുന്ന മുന്തിരിക്കൊലകളെ അവൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. It was a beautiful vineyard. അതൊരു വളരെ മനോഹരമായ മുന്തിരിത്തോട്ടമായിരുന്നു. There was nobody. അവിടെ ആരുമില്ല. So she was just looking at all the vines. അവിടെയുള്ള മുന്തിരിക്കുലകളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. All the grapes. വളരെ മനോഹരമായ മുന്തിരിക്കുലകൾ. Then the gardener came. ഉടനെ ആ തോട്ടത്തിന്റെ ഉടമ വന്നു. And he asked, "What are you looking for?" നീ എന്താണ് നോക്കുന്നത്? Then she said, "I am feeling hungry. ഞാൻ വളരെ വിശപ്പുള്ളവളാണ്. Will you give me few grapes?" എനിക്കൊരു 4-5 മുന്തിരിങ്ങ തരുമോ? And the gardener said, അപ്പൊ ആ തോട്ടക്കാരൻ പറഞ്ഞു, "Why few grapes? Go get basket. I'll give you basket full of നീ grapes." എന്തിനാ 3-4 മുന്തിരിങ്ങ ചോദിച്ചത്? ഒരു കൊട്ട കൊണ്ടുവന്ന് അത് നിറച്ചു പറിച്ചു കൊണ്ടുപോയാട്ടെ. Go get the basket. ഒരു കൊട്ട കൊണ്ടുവന്നാട്ടെ, അത് നിറച്ചു കൊണ്ടുപോകും. With great hope, she brought the basket and gave to the gardener. അവൾ വളരെ പ്രതീക്ഷയോടുകൂടി ഒരു കൊട്ട കൊണ്ടുവന്ന് ആ തോട്ടക്കാരന്റെ കയ്യിൽ കൊടുത്തു. She gave the basket expecting that he will come back with full of grapes. അദ്ദേഹം ഈ കൊട്ട നിറച്ച് മുന്തിരിക്കുലകളുമായി കടന്നു വരുമെന്ന് പ്രതീക്ഷിച്ചു. 10 minutes passed, 30 minutes passed, 45 minutes passed. He didn't come back. 10 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെ കാത്തിരുന്നിട്ടും അങ്ങേര് വന്നില്ല. She understood that she was deceived. ആ മനുഷ്യൻ വരില്ല, താൻ വഞ്ചിക്കപ്പെട്ടു എന്ന് മനസ്സിലായി. In fact, the gardener wanted the basket. That's the reason he just cheated her. ആ തോട്ടക്കാരന് ഒരു കൊട്ടയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ അവരോട് പറഞ്ഞു, നീ ഒരു കൊട്ട കൊണ്ടുവരുവാണെങ്കിൽ മുന്തിരിങ്ങ തരാമെന്ന്. അയാൾ കൊട്ടയും കൊണ്ടുപോയി. And she was so disappointed. അവർ വളരെ നിരാശപ്പെട്ടു, discouraged. നിരാശപ്പെട്ടു. And she started cursing him. അവര് ആ തോട്ടക്കാരനെ ശപിക്കുവാൻ തുടങ്ങി. And she was in tears. അവൾ കരയുവാൻ തുടങ്ങി. And she started walking away from the vineyard. അവൾ അവിടെ നിന്ന് തോട്ടത്തിൽ നിന്ന് നടന്നു പോവുകയാണ്. There was a call behind her. പുറകിൽ നിന്നൊരു ശബ്ദം കേട്ടു. Mother! അമ്മ! My mother! അമ്മേ! Where are you going? നീ എവിടെ പോവുകയാണ്? And she came back. അവൾ തിരിച്ചു വന്നു. The gardener came with grapes full of basket.
ആ മനുഷ്യൻ കൊട്ട നിറച്ച് മുന്തിരിക്കുലകളുമായിട്ടാണ് മടങ്ങി വന്നത്. And he said, "My mother, did you get angry? നീ എന്നെ കുറിച്ച് ദേഷ്യപ്പെട്ടോ, പിണങ്ങിയോ? Have you been disappointed because I delayed? ഞാൻ താമസിച്ചത് കൊണ്ട് നീ നിരാശപ്പെട്ടോ? My vineyard has many varieties of grapes. എന്റെ തോട്ടത്തിൽ അനേക തരത്തിലുള്ള മുന്തിരിക്കുലകളുണ്ട്. Since you came to me since you brought the basket, trusting me, I wanted to give you the best grapes." നീ ഒരു കൊട്ട എന്റെ കയ്യിൽ കൊണ്ട് തന്ന് നീ എന്നിൽ വിശ്വസിച്ചത് കൊണ്ട് എന്റെ തോട്ടത്തിലെ എല്ലാ തരത്തിലുമുള്ള ബെസ്റ്റ് മുന്തിരിക്കുലകളെ നിനക്ക് തരുവാൻ ഞാൻ ഇഷ്ടപ്പെട്ടു. That's the reason the delay is. അതുകൊണ്ടാണ് താമസിച്ചത്. If God is delaying answer to you, ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ താമസിക്കുന്നെങ്കിൽ it is just because He wants to give you the best. ദൈവം നിനക്ക് ശ്രേഷ്ഠമായത് തരുവാൻ ആഗ്രഹിച്ചിരിക്കുന്നു. That is what happened in my life. അതെന്റെ ജീവിതത്തിൽ, it will happen in your life. എന്റെ ജീവിതത്തിൽ സംഭവിച്ചു, നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുകയാണ്. And when we got into the land, ഞങ്ങൾ ലാൻഡിൽ പ്രവേശിച്ചപ്പോൾ we started meditating the book of Nehemiah. ഞങ്ങൾ നെഹെമ്യാവിന്റെ പുസ്തകം പഠിക്കുവാൻ തുടങ്ങി. There was no roof. അപ്പോൾ ഞങ്ങൾക്ക് ആലയമില്ല, no building. ബിൽഡിംഗ് ഇല്ല. It was rainy season. അത് ഭയങ്കര മഴക്കാലമാണ്. We started meditating the word of God. ഞങ്ങൾ ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ തുടങ്ങി. And Nehemiah prayed for 3 to 4 months before God asked him to rebuild the walls of Jerusalem. ദൈവാലയം പണിയുവാൻ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നതിന് മുമ്പ് നെഹെമ്യാ ഏകദേശം 3-4 മാസങ്ങൾ പ്രാർത്ഥിച്ചു. As we were meditating the book of Nehemiah, ഞങ്ങൾ നെഹെമ്യാവിന്റെ പുസ്തകം പഠിക്കുമ്പോൾ we declared 40 days of fasting prayer. ഞങ്ങൾ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഡിക്ലെയർ ചെയ്തു. And we finished 40 days. അത് കഴിഞ്ഞു 40 ദിവസം. But as we read the Bible, he continued to pray before he started the work. അവൻ വീണ്ടും പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു എന്ന് ഞങ്ങൾ പഠിച്ചു. So our church members said, why not we continue another 40 days of നമ്മൾ fasting ഇനിയും prayer? മറ്റൊരു 40 ദിവസം കൂടെ പ്രാർത്ഥിക്കാം. We finished 40 days. വീണ്ടും ഞങ്ങൾ 40 ദിവസം കൂടെ കംപ്ലീറ്റ് ചെയ്തു. And again our church members said, why not we go for another 40 days? അതിനുശേഷം മൂന്നാമത്തെ 40 ദിവസത്തെ പ്രാർത്ഥനയും ഞങ്ങൾ നടത്തി. Dear friends, it was rainy season. അത് ഭയങ്കരമായ മഴയുടെ സമയമായിരുന്നു. Every evening it rained. എല്ലാ ദിവസവും രാത്രി മഴ പെയ്യുമായിരുന്നു. Thousands of people have come together to pray under the rain. ആയിരക്കണക്കിന് ആളുകൾ എല്ലാ ദിവസവും മഴയിൽ നനഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. Every evening it used to rain. എല്ലാ ദിവസവും രാത്രി മഴയായിരുന്നു. Every evening we used to pray in the rain. എല്ലാ ദിവസവും മഴയിൽ നനഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. 120 days. 120 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ as we prayed, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ God spoke to me. ദൈവം എന്നോട് സംസാരിച്ചു. Lay the foundation stone of Calvary Temple. I am going to build it in 52 days. കൽവരി ടെമ്പിളിന് നീ അടിസ്ഥാനമിടണം. 52 ദിവസം കൊണ്ട് ഞാൻ ഇത് പണിയുവാൻ പോകുകയാണ്. I said 52 days? It's impossible. 52 ദിവസം കൊണ്ട് ഒരു കെട്ടിടം പണിയുക എന്നുള്ളത് വളരെ അസാധ്യമായ കാര്യമാണ്. When I searched internet, there is no church in the history of the world built in 52 days. ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും 52 ദിവസം കൊണ്ട് ഒരു വലിയ കെട്ടിടം പണിത ചരിത്രമുണ്ടോ എന്ന് ഞാൻ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ ഒരിടത്തും കണ്ടില്ല. As I was praying and asking God for God's guidance, ഞാൻ പിന്നെയും ദൈവത്തിന്റെ സഹായത്തിന് വേണ്ടി മുട്ടുകളെ മടക്കി. and he said to me, I'm going to build one of the biggest church in the world. ലോകത്തിലെ വളരെ പ്രധാനമായ വലിയ ഒരു മന്ദിരം ഇവിടെ പണിയുവാൻ പോകുകയാണെന്ന് കർത്താവ് പറഞ്ഞു. Dear brothers and sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, we serve an extraordinary God. നമ്മൾ അസാധ്യങ്ങളുടെ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. And he does extraordinary things. അവൻ അസാധ്യമായ കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. He deals with impossibilities. അവൻ അസാധ്യങ്ങളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. I started searching in the internet. ഞാൻ ഇന്റർനെറ്റിൽ വീണ്ടും സെർച്ച് ചെയ്യാൻ തുടങ്ങി. Paul Angicho Church is 12,000. പോൾ യോങ്ങിച്ചോയുടെ ചർച്ച് 12,000 പേരിരിക്കുന്ന ഒരു ചർച്ചാണ്. Joel Austin's church is 16,000. ജോയൽ ഓസ്റ്റിൻ എന്ന് പറയുന്ന ദൈവദാസന്റെ ചർച്ച് 16,000 പേരിരിക്കുന്ന ചർച്ചാണ്. If God said he is going to build one of the biggest one in the world, ലോകത്തിലെ വലിയ സഭകളിൽ ഒന്നായിരിക്കും ഇവിടെ പണിയാൻ പോകുന്നതെന്ന് ദൈവം പറഞ്ഞു. it should be at least minimum 18,000.
അറ്റ്ലീസ്റ്റ് 18,000 പേരിരിക്കുന്ന ഒരു ആലയമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. Is it possible to build a church of 18,000 seating capacity in 52 days? 18,000 പേർക്ക് ഇരിക്കുവാൻ കഴിയുന്ന ഒരു ചർച്ച് 52 ദിവസം കൊണ്ട് പണിയുവാൻ കഴിയുമോ? It is impossible. സാധ്യമല്ല. I said the same thing to Lord. Lord, it's impossible. ദൈവമേ, ഇത് സാധ്യമാണോ? എനിക്കറിയില്ല എന്ന് പറഞ്ഞു. But God told me, ദൈവം പറഞ്ഞു, as I have enabled Nehemiah to rebuild the walls of Jerusalem in 52 days, I will repeat the history. I will build the temple. യെരൂശലേമിന്റെ പ്രാകാരങ്ങളെ പണിയുവാൻ നെഹമ്യാവിനെ 52 ദിവസം കൊണ്ട് ഞാൻ ഉപയോഗിച്ചെങ്കിൽ അതേ പ്രവൃത്തി ഹൈദരാബാദിൽ സംഭവിക്കുവാൻ പോകുകയാണെന്ന് കർത്താവ് പറഞ്ഞു. November 11th, we laid the foundation stone. നവംബർ 11-ാം തീയതി അതിന്റെ അടിസ്ഥാനമിടുവാനിടയായി. We applied for the permission. ഞങ്ങൾ പെർമിഷൻ അപ്ലൈ ചെയ്തു. Permission was rejected. പെർമിഷൻ റിജക്ട് ചെയ്തു. Again we applied at commissioner. വീണ്ടും ഞങ്ങൾ കമ്മീഷണറുടെ അടുക്കൽ വീണ്ടും അപ്ലൈ ചെയ്തു. Permission was rejected. റിജക്ട് ചെയ്തു. I said, it's a private property and we want to build the church. Why do you refuse to give the permission? ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, ഞങ്ങൾ വാങ്ങിച്ചതാണ്, രജിസ്റ്റർ ചെയ്തതാണ്, ഇതിനകത്ത് പണിയുവാനുള്ള തടസ്സം എന്താണെന്ന് ചോദിച്ചു. They were trying to give so many rules and regulations and saying it's not possible. അവർ നിയമപരമായിട്ടുള്ള ഒരുപാട് തടസ്സങ്ങളെ കുറിച്ച് പറയുവാനിടയായി. Then we asked, how many Hindu temples have taken permission? എത്ര ഹൈന്ദവ ദേവാലയങ്ങൾ പണിയുവാൻ പെർമിഷൻ എടുത്തിട്ടുണ്ട്? How many Muslim mosques have taken permission? എത്ര മുസ്ലിം ദേവാലയങ്ങൾക്ക് പെർമിഷൻ കൊടുത്തിട്ടുണ്ട്? The commissioner said, many of these temples and mosques were not built with permissions. വിത്തൗട്ട് പെർമിഷൻ ഒരുപാട് കെട്ടിടങ്ങൾ പണിതിട്ടുണ്ട്, ഒരുപാട് പൂജാ കേന്ദ്രങ്ങൾ പണിതിട്ടുണ്ട്. Then I said, why you don't give permission to us? നീ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് പെർമിഷൻ തരാത്തത്? Do you know what the commissioner said? അദ്ദേഹം എന്തു പറഞ്ഞെന്ന് അറിയാമോ? If you all people come together, stay together, build a church together, who will come and disturb you? നിങ്ങൾ എല്ലാവരും ഒന്നിച്ചു നിന്ന് പണിയുകയാണെങ്കിൽ ആരാണ് നിങ്ങളെ തടയാൻ പോകുന്നതെന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. You come together. നിങ്ങൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. You build the temple together. നിങ്ങൾ ഒന്നിച്ചു പണിതാട്ടെ. Who will mess with you? ആരും നിങ്ങളെ തടയുകയില്ല. I came back. ഞങ്ങൾ തിരിച്ചു വന്നു. I told our church members. ഞങ്ങളുടെ ചർച്ച് മെമ്പേഴ്സിനോട് പറഞ്ഞു, we applied for permission. നമ്മൾ പെർമിഷന് വേണ്ടി അപ്ലൈ ചെയ്തു. They rejected. അവർ റിജക്ട് ചെയ്തു. Now government or God? ഗവൺമെന്റിന്റെ ഭാഗം കഴിഞ്ഞു. Which one we have to follow now? നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്യാൻ പോകുകയാണ്? And our people prayerfully decided, if God is going to build the church, He will build the church. ദൈവം അതിനെ പണിയുവാൻ പോകുകയാണെങ്കിൽ അത് നിശ്ചയമായും പണിയപ്പെട്ടിരിക്കും. And we laid the foundation stone. ഞങ്ങൾ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടു. We started building the church. പണി തുടങ്ങി. There were so many obstacles. ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടു. So many objections. ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടു. But in 52 days the temple came into its own. 52-ാമത്തെ ദിവസത്തിൽ പ്രാർത്ഥിച്ച് അതിനുള്ളിൽ പ്രവേശിക്കുവാൻ ദൈവം ഞങ്ങളിടയാക്കി. The church was built in 52 days. 52 ദിവസം കൊണ്ട് ആ ആലയം പണിയപ്പെട്ടു. And then devil did not keep quiet. പിശാച് അടങ്ങിയിരുന്നില്ല. Someone went to high court and filed case against us saying that they built the church against orders. ഹൈക്കോർട്ടിൽ ചിലര് അപ്പീൽ ചെയ്തു, ഇത് ഗവൺമെന്റ് ഓർഡറിനെതിരായിട്ട് പണിത കെട്ടിടമാണ്. Do you know what happened? In 15 days of time, High Court has given the verdict saying that destroy and demolish Calvary Temple. ഹൈക്കോർട്ടിൽ നിന്ന് ഒരു ഓർഡർ വന്നു, ആ കെട്ടിടം ഇടിച്ച് നിരത്തണം, അവിടെ ഒന്നും കാണരുത്. What should we do now? ഇപ്പം നമ്മൾ എന്ത് ചെയ്യും? I said only one thing. ഒന്നേ പറയുവാനുള്ളൂ. If the church is built by God, only God can destroy it. അത് ദൈവത്താൽ പണിയപ്പെട്ടതാണെങ്കിൽ നശിപ്പിക്കുവാനും ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. We follow the law of the land. ഞങ്ങൾ ഭൂമിയുടെ നിയമങ്ങളെ പാലിച്ചു. We respect the law of the land. ഞങ്ങൾ അതിനെ ബഹുമാനിച്ചു. We asked for the permission. ഞങ്ങൾ എല്ലാ പേപ്പറുകളും സബ്മിറ്റ് ചെയ്തു. But then there is rejection. പക്ഷെങ്കിൽ അത് തിരസ്കരിക്കപ്പെട്ടു. We just prayed for 3 days and nights. 3 രാത്രിയും 3 പകലും പ്രത്യേകമായി ഉപവസിച്ച് പ്രാർത്ഥിച്ചു. Dear brothers and sisters, when it rained outside,
പുറത്ത് മഴ പെയ്യുമ്പോഴും everyone has come inside. എല്ലാവരും അകത്തു വന്നു. The rain has brought us together. മഴ നമ്മെ എല്ലാവരെയും ഒന്നിപ്പിച്ചു. Problems will bring the church together. എപ്പോഴേ പ്രോബ്ലം എപ്പോൾ ഉണ്ടാകുമോ അപ്പോഴാണ് സഭ ഒന്നിക്കുന്നത്. And because of the problems outside, we all have come together. നമുക്ക് പ്രോബ്ലം പുറത്തുള്ളപ്പോൾ നമ്മൾ എല്ലാവരും അകത്ത് ഒന്നിച്ചു വരും. But if we have come together just because of the problems, the problem is when the problems go away, again we will disperse. നമ്മൾ പ്രോബ്ലം കൊണ്ട് മാത്രമാണ് ഒന്നിച്ചതെങ്കിൽ പ്രോബ്ലം പരിഹരിക്കപ്പെടുമ്പോൾ പിന്നെയും നമ്മൾ ചിതറിപ്പോകും. So we should not just come because of the problems outside. This should continue for until Christ returns. പ്രോബ്ലം വന്നതുകൊണ്ട് മാത്രം നമ്മൾ കൂടി വന്നവരായിരിക്കരുത്. പ്രോബ്ലം അവസാനിപ്പിക്കുമ്പോഴും നമ്മളുടെ ഐക്യത മുൻപോട്ട് പോകുവാനിടയായി തീരണം. These united prayer meetings should take place in every city of this state. ഈ ദേശത്തിന്റെ എല്ലാ ഈ സ്റ്റേറ്റിന്റെ എല്ലാ പട്ടണങ്ങളിലും ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ ഉണ്ടാകട്ടെ. If we all come together, നാം എല്ലാവരും ഒരുമിച്ച് വരുമ്പോൾ, if we all pray together, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ God will do impossibilities. ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുവാനിടയാകും. And the court has given judgment saying the demolished Calvary temple. കോർട്ടിൽ നിന്ന് ഓർഡർ വന്നു, കൽവറി ടെമ്പിളിനെ ഡിമോളിഷ് ചെയ്യണം. I called all our church members. ഞങ്ങളുടെ ചർച്ച് മെമ്പേഴ്സിനെ എല്ലാവരെയും വിളിച്ചു. They were so disappointed. എല്ലാവരും നിരാശപ്പെട്ടു. I said only one thing. ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞു. As Esther prayed for 3 days, as she and the Jewish people prayed with fasting, we'll all pray together, the decree will be changed. എസ്തേർ യഹൂദന്മാർക്ക് വിരോധമായി രാജാവിനാൽ എഴുതപ്പെട്ട നിയമത്തിന്റെ മുമ്പിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, അവളോട് ചേർന്ന് നിന്ന യഹൂദന്മാരെല്ലാവരും ഉപവസിച്ചപ്പോൾ ശാസനകളെ ദൈവം മാറ്റി. We came together. നാം ഒന്നിച്ചു വന്ന് We പ്രാർത്ഥിക്കുമ്പോൾ, fasted and prayed together. നാം ഒരുമിച്ച് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ, Third day we moved to the Chief Justice about the same problem, saying that why a church must be demolished when it is built with the sacrifices of poor people. ഈ തീരുമാനത്തെ വിളംബരം ചെയ്ത ചീഫ് ജസ്റ്റിസ് മാറിപ്പോയി മറ്റൊരാൾ കടന്നു വന്നു. അദ്ദേഹം ചോദിക്കുകയാണ്, സാധുക്കളായ ആളുകളുടെ കഷ്ടപ്പാട് കൊണ്ട് പണിത ഒരു പ്രാർത്ഥനാ മന്ദിരം എന്തിനാണ് ഇടിച്ചു കളയുന്നത്? In 30 seconds he has dismissed that court case, court judgment. ആ കോർട്ടിന്റെ ഉടമ്പടി അല്ലെങ്കിൽ പ്രകടനത്തെ അവർ തന്നെ ഖണ്ഡിക്കുവാനിടയായി. In 30 seconds of arguments he dismissed the court orders. അദ്ദേഹം 30 സെക്കൻഡ് കൊണ്ട് ആ കോർട്ട് ഓർഡറിനെ ഖണ്ഡിച്ചു കളയുവാനിടയായി. When we come together, നാം എപ്പോൾ ഒന്നിച്ചു വരുമോ, when we pray together, നാം എപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമോ, God will change the decrees. ദൈവം ശാസനങ്ങളെ മാറ്റുന്ന ദൈവമാണ്. God will change the post and positions of people those are against Christian values. ദൈവത്തിന്റെ ജനത്തിനും ക്രൈസ്തവ നാമത്തിനും വിരുദ്ധമായിട്ടുള്ള സകല തീരുമാനങ്ങളെയും മാറ്റുവാൻ ദൈവം ശക്തനാണ്. And it's only possible when we come together. നാം എല്ലാവരും ഒരുമിച്ച് വരുമ്പോൾ മാത്രമേ അത് സാധ്യമാകൂ. It's only possible when we pray together. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ അത് സാധ്യമാകൂ. Maybe there is some impossible situation in your ministry, family and finances. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിങ്ങളുടെ ശുശ്രൂഷകളിൽ ഒരുപാട് അസാധ്യങ്ങളുടെ പട്ടികകൾ ഉണ്ടായിരിക്കും. Let me tell you this and I close with this. ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. A pastor prayed for so long and finally built the church. ഒരു പാസ്റ്റർ ഒരുപാട് വർഷങ്ങളായി പ്രാർത്ഥിച്ച് ദൈവസഭ പണിയുമ്പോൾ, and he declared the day of anniversary also, day of inauguration. അദ്ദേഹം പണിത ആലയത്തിന്റെ ആ ഇനാഗുറേഷൻ ഡേ ഡിക്ലെയർ ചെയ്തു. But then the government came and said you cannot enter into your church because there is no parking place. നിനക്ക് ഈ ആലയത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഇതിന് ചുറ്റും വളരെയധികം പാർക്കിംഗ് സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. അത് ഉണ്ടാകുന്നത് വരെ നിനക്ക് ഇതിനുള്ളിൽ പ്രവേശിക്കുവാൻ അനുമതി തരികയില്ല എന്ന് പറഞ്ഞു. So they built the church but there is no church worship. ഒരു വലിയ മന്ദിരം അവർ പണിതു, പക്ഷേ അതിനകത്ത് കയറി ആരാധിക്കുവാനുള്ള പെർമിഷൻ ഇല്ല. The church landed into problem. ആ സഭ വലിയ പ്രതിസന്ധിയിലായി. Is there anybody like this evening that you landed in a problem? ഇതുപോലെ ഏതെങ്കിലും പ്രതിസന്ധിയെ നേരിടുന്നവർ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? Your church, your ministry, your organization, your family
landed in a problem, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ശുശ്രൂഷ, നിങ്ങളുടെ ഓർഗനൈസേഷൻ ഇതുപോലുള്ള ഏതെങ്കിലും പ്രതിസന്ധിയെ നേരിടുന്നുണ്ടോ? let me share this with you. ഈ കഥ നിങ്ങളോട് ഞാൻ പറയട്ടെ. And I request everyone to be seated. ദയവായി എല്ലാവരും അല്പസമയം കൂടി ഇരിക്കുവാൻ ഞാൻ അപേക്ഷിക്കുന്നു. I am closing in 5 minutes. 5 നിമിഷത്തിനുള്ളിൽ ഞാൻ നിർത്തുന്നതായിരിക്കും. I know you have been seated here for almost 12 നിങ്ങളെല്ലാവരും hours. 12 മണിക്കൂർ കൊണ്ട് ഇവിടെ ഇരിക്കുന്നവരാണെന്ന് എനിക്കറിയാം. I really appreciate your patience. നിങ്ങളുടെ സഹനത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. Only 5 minutes ഇനി ഒരു 5 മിനിറ്റ് to കൂടി challenge your faith. നിങ്ങളുടെ വിശ്വാസത്തെ ചലഞ്ച് ചെയ്യുന്ന സമയമാണിത്. The pastor called the committee and the church members. ആ പാസ്റ്റർ തന്റെ സഭയെയും കമ്മിറ്റി നേതാക്കന്മാരെയും വിളിച്ചുകൂട്ടി. And he said, we need to get into the church, but the government says you can't. നമുക്ക് ഈ ആലയത്തിൽ പോകുവാൻ എല്ലാം റെഡിയായെങ്കിലും ഗവൺമെന്റിൽ നിന്ന് നമുക്ക് പ്രതിസന്ധി നേരിട്ടിരിക്കുകയാണ്. We don't have parking നമുക്ക് place. പാർക്കിംഗ് പ്ലേസ് ഇല്ല. But next to our church there's a small hill. അവരുടെ ചർച്ചിന്റെ അടുക്കൽ ഒരു കുന്നുണ്ട്. But we cannot use it for parking. നമുക്കത് പാർക്കിങ്ങിന് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. Because it's a small mountain. അതൊരു ഒരു മലയാണ്. But as I was reading the Bible this morning, ഇന്ന് രാവിലെ ഞാൻ വചനം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ God spoke to me from the Bible. ദൈവം എന്നോട് സംസാരിച്ചു. If you have the faith of mustard seed, നിനക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, and if you speak to the mountain, it will move. നീ ഈ മലയോട് മാറിപ്പോകുവാൻ പറഞ്ഞാൽ അത് അങ്ങനെ മാറിപ്പോകും. The pastor came and told the elders and the church members saying that if we have faith of mustard seed, this mountain will move. നമുക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് മാറിപ്പോകുവാൻ നമുക്ക് കൽപ്പിക്കാം, അത് മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞു. How many of you do believe that? നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു? Do you believe that mountains will be moved? ഈ കുന്നുകൾ മാറിപ്പോകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? Do you believe the mountains will move? ഈ കുന്നുകൾ മാറുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? Is there any mountain in your life this നിന്റെ evening? ജീവിതത്തിൽ ഏതെങ്കിലും കുന്നുകൾ തടസ്സമായി നിൽക്കുന്നുണ്ടോ? Do you believe that the mountain will move? ആ മലയോട് നീ കൽപ്പിക്കുക, അത് മാറിപ്പോകുവാനിടയാകും. And what we need to do? What we need to do now? എന്താണ് നാം ചെയ്യേണ്ടത്? The pastor said, ആ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, 21 days let's fast and pray. 21 ദിവസം നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. Prayer moves the hand that moves the universe. ദൈവം ഈ മലയെ മാറ്റുവാൻ പോകുകയാണ്. ദൈവം ഇറങ്ങി വരുവാൻ പോകുകയാണ്. Let us move the hand of the Lord. ദൈവത്തിന്റെ കരം ചലിക്കുവാൻ പോകുകയാണ്. Let's fast and pray to see. അവർ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനിടയായി. 10 days passed. 10 ദിവസം കഴിഞ്ഞു. 15 days passed. 15 ദിവസം കഴിഞ്ഞു. 18 days passed. 18 ദിവസം കഴിഞ്ഞു. The mountain is still there. മല അവിടെ തന്നെ ഉണ്ട്. Committee members are looking at pastor. പാസ്റ്ററിനെ കമ്മിറ്റി നേതാക്കന്മാരൊക്കെ നോക്കാൻ തുടങ്ങി. Church members are looking at pastor. എല്ലാരും പാസ്റ്ററെ നോക്കാൻ തുടങ്ങി. പാസ്റ്ററെ, What's happening? എന്ത് സംഭവിക്കുന്നു ഇവിടെ? What's happening? എന്താണ് സംഭവിക്കുന്നത്? Nothing is moving. ഒന്നും സംഭവിക്കുന്നില്ല. Pastor said, പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, in 10 days 10 ദിവസത്തിൽ we are going to inaugurate our church. നമ്മുടെ ചർച്ചിനുള്ളിലേക്ക് നമ്മൾ പോകുകയാണ്. We are going to enter into our church. നമ്മുടെ ചർച്ചിൽ 10 ദിവസം കഴിയുമ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കും. By 10th of the next month we are going to enter into the അടുത്ത church. മാസം 10-ാം തീയതി സഭയുടെ ഉദ്ഘാടനമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. Church congregation said, how is it possible? അത് സാധ്യമല്ലല്ലോ എന്ന് സഭയുടെ ആളുകൾ പറയുകയാണ്. The mountain is still there. ഇനിയും മല അവിടെ തന്നെ ഉണ്ടല്ലോ. Pastor said, പാസ്റ്റർ പറഞ്ഞു, if we have faith of mustard seed and speak to the mountain, it will move. കടുകുമണിയോളം വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ഈ മല മാറിപ്പോയിരിക്കും. Pastor, that's wonderful, but mountain is not moving. പാസ്റ്ററെ, പ്രസംഗിക്കാൻ വളരെ നല്ല മനോഹരമായ ഒരു വിഷയമാണ്, പക്ഷെങ്കിൽ പർവ്വതം അവിടെ തന്നെ ഉണ്ടല്ലോ. The pastor and the church members and the committee members came out. അവരെല്ലാവരും പുറത്തേക്ക് വന്നു. Looked at the mountain. മലയെ നോക്കി. Mountain. ആ കുന്നിനോട് ഇങ്ങനെ പറഞ്ഞു, In the name of Jesus, യേശുവിന്റെ നാമത്തിൽ you have to move. നീ ഇവിടെ നിന്ന് പോയിരിക്കണം എന്ന് പറയുവാനിടയായി. If any non-Christian watches this, they will think pastor is crazy. ആരെങ്കിലും ക്രിസ്തുവിനെ അറിയാത്തവര് ഇത് കേൾക്കുകയാണെങ്കിൽ പാസ്റ്ററിന് ഭ്രാന്ത് പിടിച്ചെന്ന് പറയും. 21 days finished. Fasting prayer. 21 ദിവസം പൂർത്തിയാക്കി.
7 more days. ഇനി For 7 inauguration. ദിവസം, ഇനി 7 ദിവസം കൂടെ ഉള്ളൂ ഇനാഗുറേഷന്. The mountain is still there. കുന്ന് അവിടെ തന്നെ ഉണ്ട്. Pastor says, പാസ്റ്റർ പറഞ്ഞു, we will enter into our church നമ്മുടെ ചർച്ചിനുള്ളിൽ by 10th of this month. നമ്മൾ 10-ാം തീയതി പ്രവേശിക്കാൻ പോകുകയാണ്. How? എങ്ങനെ? I have no idea. ഒരു ഐഡിയയുമില്ല. But our God will take us in. നമ്മൾ ഒരുമിച്ച് ഇതിനുള്ളിൽ പ്രവേശിക്കും. He will do the impossible possible. ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കും. He will answer our prayers and അവൻ prayers. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നിരിക്കുകയാണ്. As he was encouraging the church അവന്റെ members, സഭയുടെ വിശ്വാസികളെ എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ചു. a car came there. ഒരു കാർ അവിടെ വന്നു നിന്നു. They said, who is the pastor here? ഇവിടെ ആരാണ് പാസ്റ്റർ എന്ന് ചോദിച്ചു. The pastor came forward. പാസ്റ്റർ പുറത്തേക്ക് വന്നു. I am the pastor. യെസ്, ഞാനാണ്. What's the matter? എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? The team of the people says, അവർ ഇങ്ങനെ പറഞ്ഞു, Pastor, we purchased 10 acres of land nearby. ഇതിനടുത്തൊരു 10 ഏക്കർ സ്ഥലം ഞങ്ങൾ വാങ്ങിച്ചു. But there is a big pit in about 1 or 2 acres of land. അതൊരു വലിയ കുളമാണ്, വലിയൊരു കുഴിയാണ്. അത് നികത്തണം. And we need to fill that pit. അത് ഞങ്ങൾ നികത്തിയേ മതിയാകൂ. Will you please permit us to remove your mountain and fill the pit? ഈ കുന്ന് ഞങ്ങൾ കൊണ്ടുപോയി അവിടെ നികത്തുവാൻ അനുവദിക്കുമോ എന്ന് ഈ ദൈവദാസനോട് ചോദിച്ചു. We will do it for free of cost. ഞങ്ങൾ ഇത് ഫ്രീ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. The pastor said, പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, I will give you 5 days time. 5 ദിവസം മാത്രമേ നിങ്ങൾക്ക് ഞാൻ തരൂ. 7th day there should be a parking place here. ഇവിടെ 7-ാം ദിവസം പാർക്കിംഗ് പ്ലേസ് ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. And they said by 5th day we will remove this hill and make sure there's a parking place. 5 ദിവസം കൊണ്ട് ഞങ്ങൾ ഇതിനെ ഡേ ആൻഡ് നൈറ്റ് മണ്ണടിച്ച് മാറ്റിത്തരാം, ഇവിടെ പാർക്കിംഗ് പ്ലേസ് ഉണ്ടാകും. They spoke to the mountain. അവര് ആ കുന്നിനോട് സംസാരിച്ചു. God removed the mountain. ദൈവം ആ കുന്നിനെ മാറ്റി. I know there is a mountain in your life. നിന്റെ ജീവിതത്തിൽ ഒരു കുന്നുണ്ട്. I know there is a mountain in your ministry. നിന്റെ ജീവിതത്തിൽ നിന്റെ ശുശ്രൂഷയിൽ ഒരു I know കുന്നുണ്ട്. there is a mountain in your family. നിന്റെ കുടുംബത്തിൽ ഒരു കുന്നുണ്ട്. Speak to the mountain in the name of Jesus to be removed. യേശുവിന്റെ നാമത്തിൽ നീ കൽപ്പിക്കുക. And you will see impossible become possible. അത് അസാധ്യമെന്ന് നിനക്ക് തോന്നുമെങ്കിലും ദൈവം അതിനെ സാധ്യമാക്കുവാൻ പോകുകയാണ്. If you believe it, നീ അത് വിശ്വസിക്കുന്നെങ്കിൽ will you pray right now? നമുക്ക് പ്രാർത്ഥിക്കാം.